സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് വായനയിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഊർജ്ജമാണ്. എന്ത് ഊർജ്ജമാണ് താങ്കളിലേക്ക് വരുന്നത്? രണ്ടാമത്തത് എന്താണ് ഗൈഡൻസ്? മൂന്നാമത്തെ കാർഡ് എന്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം, എന്ത് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയുന്നൊരു കാർഡാണ്. എന്താണ് ഇന്ന് നമ്മളിലേക്ക് വരുന്ന താങ്കളിലേക്ക് വരുന്ന ഊർജ്ജം എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ കാശാണ് വരുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നൊരു കാർഡാണ്. നമുക്ക് രണ്ട് കൈയിലൂടെ ഒരു കോയിനാണ് നിൽക്കുന്നത്. പൊതുവേ കാർഡ് വരുമ്പോൾ നമ്മൾ പുതിയ ഒരു പണസമ്പാദനത്തിലുള്ള വഴി കണ്ടെത്തും, ഒരു ആശയം കിട്ടും, അല്ലെങ്കിൽ ഒരു തൊഴിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ തൊഴിലവസ്ഥയുടെ ഒരു ചാൻസ് കിട്ടും. പുതിയ ഒരു എനർജിയുടെ കാർഡാണ്. ഇതെല്ലാം ഒരു കോയിനിൽ നിന്ന് പൊട്ടി വരുന്ന ഇതാണ്. നമുക്കറിയാം, ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ മൂന്നാമത്തെ നാലാമത്തെ ദിവസം അതെങ്ങനെയാണോ മുളയ്ക്കുന്നത് അതേപോലെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഊർജ്ജമാണ് താങ്കളിലേക്ക് ഇന്ന് വരുന്നത്. ഇന്നത്തെ സന്ദേശം ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. സോഡ് എന്ന് പറയുന്നത് ഇൻ്റലക്റ്റിൻ്റെ കാർഡാണ്. വായു എന്ന് പറയുന്ന എനർജിയാണ്. ക്വീൻ എന്ന് പറയുന്നത് ഹൈ എനർജിയിലുള്ള ആളാണ്, പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന, കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്, അനുഭവസ്ഥയാണ്. അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇത് താങ്കളുടെ ഡ്രീമാണ്, ലോങ് ടേം ഡ്രീമാണ്. അത് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ലോങ് ടേമിലേക്കായിട്ടുള്ള ഒരു രീതിക്ക് നോക്കാനാണ് പറയുന്നത്. അതായത് ഞാൻ പറയുന്ന ഇത് കിട്ടുമ്പോൾ നമ്മളത് ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ നിൽക്കുന്ന പോലത്തെ ഒരു പണസമ്പാദനത്തിൻ്റെ മാർഗ്ഗമല്ല പറയുന്നത്. 5 വർഷം 10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ടുള്ള ഇതിലേക്ക് നോക്കാനാണ് പറയുന്നത്. എന്ത് നമുക്ക് ഫോക്കസ് ചെയ്യാം, എന്ത് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് 10 ഓഫ് സോർട്സ് വരുന്ന കാർഡാണ്. ഇതും ഇൻ്റലക്റ്റിൻ്റെ ഒരു കാർഡാണ്. 10 എന്ന് പറയുന്ന എനർജി ഒരു ട്രാൻസിഷൻ്റെ എനർജിയാണ്, പരിവർത്തനം എന്ന് പറയും. നമ്മൾ കുറേ അനുഭവങ്ങൾ അനുഭവിച്ച് ആ ഒരു ഊർജ്ജത്തിലെത്തുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നത്. അതായത് ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നതാണ്. ഇതിന് മുമ്പത്തെ പല എനർജീസിനും നമുക്ക് നിർത്തിപ്പോയാലോ എന്ന് വരെ തോന്നും. അപ്പോൾ ഇന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള കാലഘട്ടത്തിന് ശേഷം ഒരു നല്ലൊരു ഭാവിയിലേക്ക് നോക്കുന്ന ഒരു കാർഡ് തന്നെയാണ് കാണുന്നത്. ഈ ഒരു എനർജിയും അത് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് യൂണിവേഴ്സ് താങ്കളെ അറിയിക്കുന്നത്. ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.